ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയുടെ കുറച്ചുകൂടെ പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് എക്സ് ബൈ എക്സ്. ലോഗ് എക്സ് ബൈ എക്സ്. ലോഗ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്. ലോഗ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്. എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി കിട്ടും. അപ്പൊ ഈ പുള്ളിക്കാരൻ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ്. ഞാൻ ലോഗ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി കൊടുത്തത് മതിയായ കാരണം ഉള്ളത് കൊണ്ടാണ്. ലോഗ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ്. ഏത് ഫംഗ്ഷൻ്റെ അകത്ത് ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി ആവുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. സൈൻ ഇൻഫിനിറ്റി ഒന്നും ഇൻഫിനിറ്റി അല്ല. സൈൻ ഇൻഫിനിറ്റിയോ കോസ് ഇൻഫിനിറ്റിയോ ഒന്നും ഇൻഫിനിറ്റി അല്ല. ആർക്ക് ഇൻഫിനിറ്റി കൊടുത്താലും ഇൻഫിനിറ്റി ആയിരിക്കും കിട്ടുക എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. സൈൻ എന്ന് പറയുന്നത് -1ന്റെയും 1ന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അതിന് ഇൻഫിനിറ്റി വരെ ഒന്നും പോകാൻ പറ്റില്ല. അത് മനസ്സിലാക്കണം. അപ്പൊ അത് ലാഘവത്തോടെ കാണരുത്. ഇൻഫിനിറ്റി കൊടുത്താൽ ഉടനെ ഇൻഫിനിറ്റി കിട്ടുമെന്ന് വിചാരിക്കരുത്. ലോഗിൽ ഇൻഫിനിറ്റി കൊടുത്തപ്പോൾ ഇൻഫിനിറ്റി കിട്ടും. അത് ലോഗിന്റെ പ്രോപ്പർട്ടിയാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കുന്നു. ലോഗിന്റെ ഡെറിവേറ്റീവ്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇയാളെ റീഅറേഞ്ച് ചെയ്യുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്ന് കിട്ടുന്നു. 1/∞ ആയി മാറും. 1/∞ ആയി മാറും. അതായത് 0. 1/∞ എന്ന് പറയുന്നത് 0 ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് 0 ആണ്. Now, next question. Limit x tends to infinity e raised to 2x. E raised to 2x divided by, e raised to 2x അല്ല 3x ആണ്, divided by x square. E raised to 3x divided by x square. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ കൃത്യമായി e raised to infinity ഇൻഫിനിറ്റി ആണ്. Infinity square infinity ആണ്. Infinity by infinity. Therefore, limit x tends to infinity. E raised to 3x ന്റെ ഡെറിവേറ്റീവ് e raised to 3x തന്നെ 3x ന്റെ ഡെറിവേറ്റീവ് into 3. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ സ്റ്റിൽ ഇയാൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി തന്നെയാണ്. e raised to infinity infinity, x താഴെയുണ്ട്, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. എഗെയിൻ ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കാം. 3 into e raised to 3x ന്റെ ഡെറിവേറ്റീവ് e raised to 3x തന്നെ into 3 divided by 2x ന്റെ ഡെറിവേറ്റീവ് 2. That is equal to limit x tends to infinity 9 into e raised to 3x divided by 2. 9 into e raised to 3x divided by 2. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 9 into infinity by 2. 9 into infinity by 2. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാറ്റ് അല്ല. ലാപിറ്റാൾ റൂൾ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. 9 into infinity by 2. ഇൻഫിനിറ്റി ആണല്ലോ. കഴിഞ്ഞു. ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. കഴിഞ്ഞു. 9/2 into infinity is going to be infinity. We are done. Problem solved. Problem solved. കഴിഞ്ഞു. Next question. Next question. Limit x tends to 0. X tends to 0. Cot x by log x. Cot x by log x. ശരി. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ കോട്ട് 0 ടാൻ 0 ആണ്. ടാൻ 0യുടെ റെസിപ്രോക്കൽ ആണ് കോട്ട്. അപ്പൊ 1/0 ആകും. അതുകൊണ്ട് ഇൻഫിനിറ്റി ആകും. ലോഗ് 0 ഇൻഫിനിറ്റി ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. വെറും ഇൻഫിനിറ്റി അല്ല, അത് മൈനസ് ഇൻഫിനിറ്റി ആണ്. വെറും ഇൻഫിനിറ്റി അല്ല, മൈനസ് ഇൻഫിനിറ്റി ആണ്. അത് ഞാൻ വിടുന്നു. എന്നിട്ട് എന്തായാലും കാര്യത്തിലേക്ക് കടക്കുന്നു. ഇനി നമ്മൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെറിവേറ്റീവ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. എനിക്ക് വേണ്ടത് കോട്ടിന്റെ ഡെറിവേറ്റീവ് ആണ്. കോട്ടിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കൊസീക് സ്ക്വയർ എക്സ് ആണ്. കോട്ടിന്റെ ഡെറിവേറ്റീവ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. Limit x tends to 0. Cosec square x മൈനസ് ഉണ്ട്, മൈനസ് cosec square x. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x. ഈ 1/x മുകളിലേക്ക് പോകുമ്പോൾ ലിമിറ്റ് x tends to 0 മൈനസ് x into cosec square x. മൈനസ് x into cosec square x. ഇവിടെ
കൊസീക്ക് 0 വരണം. കൊസീക്ക് 0. അതായത് ഞാനിപ്പോ ഈ സ്റ്റെപ്പ് എഴുതിയത് മാറ്റാം. ഈ സ്റ്റെപ്പ് എഴുതിയത് മാറ്റാം. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കൊസീക്ക് 0 സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സൈൻ 0 ആണ്. സൈൻ 0 ആണ്. അപ്പൊ കൊസീക്ക് 0 എന്ന് പറയുന്നത് 1/0 ആണ്, ഇൻഫിനിറ്റി ആണ്. 1/0 ആണ്, ഇൻഫിനിറ്റി ആണ്. ഇനി ഇവിടെ താഴെ 1/x വന്നിട്ടുണ്ട്. 1/x എന്ന് പറയുന്നത് 1/0 എഗെയിൻ ഇൻഫിനിറ്റി ആണ്. ഞാനിവിടെ ആ സിംപ്ലിഫിക്കേഷനിൽ പോകാത്ത എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണേ. എക്സ് സ്വാഭാവികമായിട്ടും മാളി വരും. 0 കൊടുക്കുമ്പോൾ അയാൾക്ക് 0യും കൊസീക്കിന് ഇൻഫിനിറ്റിയും വരും. 0 ഇൻറ്റു ഇൻഫിനിറ്റി 0 അല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ് 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞ് 0 ഇപ്പുറത്തേക്ക് ഇട്ടാൽ 0 ഇൻറ്റു ഇൻഫിനിറ്റി 1 അല്ല. 0 ഇൻറ്റു ഇൻഫിനിറ്റി 0യും അല്ല. 0 ഇൻറ്റു ഇൻഫിനിറ്റി 0യും അല്ല. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. അതായത് ഇത് എക്സിന്റെ മുകളിലേക്ക് പോയാൽ 10 to 0 അത് 0 ആകും. 0 ഇൻറ്റു കൊസീക്ക് 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. കൊസീക്ക് 0 ഇൻഫിനിറ്റി ആണ്. അത് തെറ്റാണ്. അത് നമുക്ക് ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കാനോ അതിന് 0 എന്ന് എഴുതാനോ നമുക്ക് പറ്റില്ല. 0 എന്ന് എഴുതാനോ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ നിർത്തുന്നു. ഞാനത് എഴുതിയിട്ട് മായ്ച്ചത് അതുകൊണ്ടാണ്. അതും ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്, നമുക്കറിയില്ല. 0 ഇൻറ്റു ഇൻഫിനിറ്റിയും ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്, നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ 1/0 ഇൻഫിനിറ്റി എന്നും 1/∞ 0 എന്നും പറഞ്ഞു. സത്യമായ കാര്യമാണ്. അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ 0 ഇൻറ്റു ഇൻഫിനിറ്റി നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റില്ല. 0 ഇൻറ്റു ഇൻഫിനിറ്റി 0 അല്ല. അത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അപ്പൊ ഇവിടെ വീണ്ടും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റിലേക്ക് വരും. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റിൽ വന്നാൽ വീണ്ടും ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കാം. കൊസീക്കിന്റെ ഡെറിവേറ്റീവ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. അതുകൊണ്ട് ഒരു മൈനസ് അവിടെ ഉണ്ട്. എന്നിട്ട് 2 ഇൻറ്റു കൊസീക് എക്സ്. ഇനി കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് ആണ്. മൈനസ് കൊസീക് എക്സ് കോട്ടെക്സ് ഡിവൈഡഡ് ബൈ 1/x. 1/xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയർഡ് ആണ്. കഴിഞ്ഞു. നൗ സിംപ്ലിഫിക്കേഷനിലേക്ക് പോവാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി. ഈ മൈനസും കൂടെ പ്ലസ് ആകും. ഇവിടെ കൊസീക്ക് ഉണ്ട്. കൊസീക്ക് അവിടെ ഇരിക്കട്ടെ. കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin ആണ്. കൊസീക്ക് ഇൻറ്റു കൊസീക്ക് സ്ക്വയർ എക്സ്. കോട്ടിന്റെ ഡെറിവേറ്റീവ് cos x by sin x ഡിവൈഡഡ് ബൈ മൈനസ് 1/x സ്ക്വയർ. ഞാൻ കൊസീക് സ്ക്വയർ എക്സിനെ 1/sin സ്ക്വയർ എക്സ് എന്ന് റീപ്ലേസ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ അത് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നു. 1/sin സ്ക്വയർ എക്സ്. Therefore, this will be limit extends to infinity 2 into cos x by sin cube x. sin cube x ആണ്. ഈ cos x by sin cube x ഡിവൈഡഡ് ബൈ മൈനസ് 1/x സ്ക്വയർ ആണ്. അപ്പൊ അയാള് മുകളിലേക്ക് പോകുമ്പോ മൈനസ് എക്സ് സ്ക്വയർ ആണ്. മൈനസ് 2x സ്ക്വയർ ഇൻറ്റു cos x by sin cube x. ഞാൻ ക്യാൻസൽ ചെയ്ത് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് ക്യാൻസൽ ആയി പോയിട്ടില്ല. പോകുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ക്യാൻസൽ ആയി പോയിട്ടില്ല. അതാണ് ഇവിടുത്തെ അപകടം. അപ്പൊ നമ്മൾ വീണ്ടും ഇതുപോലെ ലൂപ്പ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫിനിറ്റി കൊടുത്താല് ഇയാൾ ഇൻഫിനിറ്റി ആണ് സമ്മതിച്ചു, ഇയാൾ ഇൻഫിനിറ്റി അല്ല. ഡിനോമിനേറ്റർ നോക്കൂ, ഇയാളും ഇൻഫിനിറ്റി അല്ല. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. സൈൻ എന്ന് പറയുന്നതും കോസ് എന്ന് പറയുന്നതും -1ന്റെയും 1ന്റെയും ഇടയിലാണ് ഇയാളുടെ വാല്യൂസ്.
-1ന്റെയും 1ന്റെയും ഇടയിലാണ് ഇവരുടെ രണ്ടുപേരുടെ വാല്യൂസ്. ഒരിക്കലും അതിനപ്പുറം ഇവരുടെ വാല്യൂസ് പോവില്ല. -1ന്റെയും 1ന്റെയും ഇടയിലാണ് സൈനിന്റെയും കോസിന്റെയും വാല്യൂസ്. ഒരിക്കലും അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമെന്ന പേടി നമുക്ക് വേണ്ട. ഇൻഫിനിറ്റി തന്നെ കൊടുത്താലും അവർ ഇൻഫിനിറ്റിയിലേക്ക് പോകും എന്ന പേടി വേണ്ട. അപ്പൊ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, കോസ് ഇൻഫിനിറ്റി ഒരിടത്തും പോകുന്നില്ല, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. സൈൻ ഇൻഫിനിറ്റി അതും ഒരിടത്തും പോകുന്നില്ല, കോൺസ്റ്റന്റ് ആയിരിക്കും. -2 കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് -2 ഇൻറ്റു കോസ് ഇൻഫിനിറ്റി ഇൻറ്റു സൈൻ ക്യൂബ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് വെറും കോൺസ്റ്റന്റ് ആയ എന്തോ ആണ്. ഇനി അതേസമയം എക്സ് സ്ക്വയറോ ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി ആവും. കോൺസ്റ്റന്റ് ഇൻറ്റു ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് ഇത് ഇൻഫിനിറ്റി ആയി മാറും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഞാൻ ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് 2 തവണ ചെയ്തിട്ടാണ് വന്നത്. ആവശ്യത്തിലധികം സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ അവസാനം ഇങ്ങനെ എഴുതി cos x ബൈ സൈൻ ക്യൂബ് എക്സ്. നമുക്ക് കൊടുക്കേണ്ടത് ഇൻഫിനിറ്റിയാണ്. പക്ഷേ സൈനിന്റെയും കോസിന്റെയും വാല്യൂ ഒരിക്കലും -1ന്റെയും 1ന്റെയും അപ്പുറത്ത് പോകുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതുപോലെ -2 കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അത് ഇൻഫിനിറ്റിയിലേക്ക് ഒന്നും പോകാനൊന്നും പോകുന്നില്ല, സാധാരണ ഒരു വാല്യൂ ആയിരിക്കും. പക്ഷെ അതേസമയം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകും, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ. അതുകൊണ്ട് അത് ഇൻഫിനിറ്റി ഇൻറ്റു കോൺസ്റ്റന്റ്, അതായത് ഇൻഫിനിറ്റി ഫൈനൽ ആൻസർ. കോട്ട് എക്സ് ബൈ ലോഗ് എക്സിന്റെ എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. ഡൺ. നമുക്ക് വേണമെങ്കിൽ ഇയാളെ വേറെ രീതിയിലും ചെയ്യാം. ഞാൻ ആ വേറെ രീതിയും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോ ഇങ്ങനെ ചെയ്തല്ലോ, ഇയാളെ വേറൊരു രീതിയിലും കൂടെ ചെയ്യാം. ഞാൻ ആ രീതിയിലേക്ക് പോവുകയാണ്. ഈ 2 സ്റ്റെപ്പിൽ നിന്ന് ഇവിടം വരെ നമുക്ക് കിട്ടിയല്ലോ. ഞാൻ അവിടേക്ക് പോവുകയാണ്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1/x. കൊസീക്ക് എന്ന് പറഞ്ഞാല് 1/sin സ്ക്വയർ എക്സ് ആണ്. 1/sin x ആണ്. അപ്പൊ 1/sin സ്ക്വയർ എക്സും 1/x മേളിൽ പോകും. അതുകൊണ്ട് -x/sin സ്ക്വയർ എക്സ് എന്നാവും. സീറോ കൊടുക്കുമ്പോൾ ഇത് 0/0 ഫോർമാറ്റിലായിക്കോളും. ലാപിറ്റാൽ റൂള് വീണ്ടും അപ്ലൈ ചെയ്യാം. എക്സ്റ്റെൻസ് ടു 0 -1/2 ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ്. നമ്മൾ ഇനി എക്സ് 0 കൊടുത്താൽ -1/sin 0 ഇൻറ്റു കോസ് 0. sin 0 0 ആണ്, cos 0 1 ആണ്. അതായത് ഇവിടെ നമുക്ക് -1/0 എന്ന് കിട്ടും. -1/0 മൈനസ് ഇൻഫിനിറ്റി ആണ് കഴിഞ്ഞു. ഇതാണ് എളുപ്പം. ഇയാളെക്കാൾ എളുപ്പം ഇതാണ്. ഇത് നമ്മള് മാറ്റി എഴുതിയപ്പോൾ അയാൾ 0/0 ഫോർമാറ്റ് ആവുകയും കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടുകയും ചെയ്തു. ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, ഞാൻ ആ മൈനസ് വിട്ടുപോയതാണ്. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി തന്നെയാണ്. ഈ മൈനസ് ഞാൻ അറിയാതെ വിട്ടുപോയതാണ്. മൈനസ് ഇൻഫിനിറ്റിയാണ്. ഡൺ. ഉത്തരം റെഡിയാണ്. അപ്പൊ നമുക്കിത് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ വഴിയുണ്ട്. അതായത് സിംപ്ലിഫിക്കേഷനില് നിങ്ങളുടെ മീൻസ് ടാലന്റ്, സിംപ്ലിഫൈ ചെയ്യാനുള്ള ടാലന്റ് നല്ലതാണെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് വരാം. കോംപ്ലിക്കേറ്റഡ് ആകാനും സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനെ ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കിയതും കണ്ടു. കൊസീക് സ്ക്വയറിനെ 1/sin സ്ക്വയർ എന്ന് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അത് കോംപ്ലിക്കേറ്റഡ് ആയത്. ഞാൻ സ്റ്റെപ്പ് അവസാനം എത്തിയപ്പോഴാണ് അങ്ങനെ എഴുതാമല്ലോ എന്ന് ചിന്തിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഓരോ കോംപ്ലിക്കേഷൻ വന്നത്. ഡൺ. അപ്പോ പ്രാക്ടീസ് വേണം. ഈ പ്രോബ്ലങ്ങൾ എന്തായാലും വരുന്നതാണ്. ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് വേണം പോകാൻ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 minus limit extends to 0 1 minus log x
divided by 1 minus log x divided by e raised to 1 by x. e raised to 1 by x. ശരി, അപ്പൊ നമുക്കിത് എന്താണ് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം കേട്ടോ. ഇത് എന്താണെന്നുള്ള കാര്യം നോക്കാം. ലോഗ് 0 ഇൻഫിനിറ്റി ആണ്. 1 മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി തന്നെയാണ്, മുകളിൽ ഇൻഫിനിറ്റി ആണ്. താഴെ 1 ബൈ 0 ഇൻഫിനിറ്റി ആണ്, ഇ റൈസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ലോഗ് 0 ഇൻഫിനിറ്റി ആണ്, 1 മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്, ഈ 1 ബൈ 0 ഇൻഫിനിറ്റി ആണ്, ഇ റൈസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാറ്റ് ആണ്. നമുക്ക് ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കാം. 1ന്റെ ഡെറിവേറ്റീവ് 0, മൈനസ് ഉണ്ട്, ലോഗിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. ഇ റൈസ് ടു 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു 1 ബൈ എക്സ് ആണ്. 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർഡ്. ഇത് മുകളിലേക്ക് പോകുമ്പോൾ മൈനസും മൈനസും വെട്ടിപ്പോവും, മൈനസും മൈനസും വെട്ടിപ്പോവും. അങ്ങനെ മുകളിൽ എക്സ് സ്ക്വയർ ബൈ എക്സ് ആകും, എക്സ് ആകും, ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു 1 ബൈ എക്സ്. ഇ റൈസ് ടു 1 ബൈ എക്സ് ആയി മാറും. കഴിഞ്ഞു, ഡൺ. എക്സ് ബൈ ഇ റൈസ് ടു 1 ബൈ എക്സ്. നമ്മൾ 0 കൊടുക്കുകയാണെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാല് ഇത് 0 ആകും, താഴെ ഇ റൈസ് ടു 1 ബൈ 0, ഇ റൈസ് ടു ഇൻഫിനിറ്റി ആവും, ഇൻഫിനിറ്റി. അതായത് ഇവിടെ കിട്ടുന്ന ഫോർമാറ്റ് 0 ബൈ ഇൻഫിനിറ്റി ആണ്, 0 ബൈ ഇൻഫിനിറ്റി ആണ്. 0 ബൈ ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ കുറച്ച് പേർ. 0 ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഫോർമാറ്റിന് ആൻസർ ഇല്ല. 0 ബൈ ഇൻഫിനിറ്റി എന്ന ഫോർമാറ്റിന് ആൻസർ ഇല്ല. 0 ബൈ ഇൻഫിനിറ്റിയെ പറ്റി ഞാനിവിടെ മിണ്ടിയിട്ടുമില്ല. 0 ബൈ ഇൻഫിനിറ്റി എന്നൊരു ഫോർമാറ്റിനെ പറ്റി ഞാനിവിടെ മിണ്ടിയിട്ടുമില്ല. അതാണ് പ്രശ്നം. ഇവിടെ എക്സ്റ്റെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ഇത് 0 ആണ്. എക്സ്റ്റെൻസ് ടു 0 മുകളിൽ 0 ആണ്, താഴെ ഇ റൈസ് ടു 1 ബൈ 0, ഇ റൈസ് ടു ഇൻഫിനിറ്റി ആണ്, ഇൻഫിനിറ്റി ആണ്. ഇ റൈസ് ടു 0 1 ബൈ 0 ഇൻഫിനിറ്റി ആണ്, താഴെ ഇൻഫിനിറ്റി ആണ്. അതാണ് പ്രശ്നം. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ 0 എന്ന് എഴുതാം. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അത് അപകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ എന്തായാലും ഇയാളെ ഒന്ന് മാറ്റി എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് എന്തെഴുതിയിട്ടും കാര്യമില്ല. 0 ബൈ ഇൻഫിനിറ്റി ആണ്, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയോ 0 ബൈ 0യോ അല്ല. അങ്ങനെയാണെങ്കിൽ ലാപിറ്റാൾ റൂൾ ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ല. ലാപിറ്റാൾ റൂള് എന്തായാലും ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് കുഴപ്പം. എങ്കിൽ ശരി. അപ്പൊ 0 നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അത് നിവർത്തിയുള്ളൂ. എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ നിവർത്തിയുള്ളൂ. എന്താണ്, ന്യൂമറേറ്റർ 0 ആയല്ലോ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇയാള് 0 ആണെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാം. ഡിനോമിനേറ്റർ 0 ആയില്ലല്ലോ. ഡിനോമിനേറ്റർ അങ്ങനെ 0 ആകുന്നില്ല. കാരണം നിങ്ങൾക്ക് എന്താണ് ലിമിറ്റിന്റെ കൺസെപ്റ്റ് കൃത്യമായി അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരാമായിരുന്നു. ലിമിറ്റിന്റെ കൺസെപ്റ്റിനെ പറ്റി നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പോകുന്നില്ല. കാരണം എക്സിന്റെ വാല്യൂ 0-ലേക്കാണ് പോകുന്നത്. എക്സിന്റെ വാല്യൂ 0-ലേക്ക് പോയാൽ ഡിനോമിനേറ്റർ ഇ റൈസ് ടു എന്ന് പറയുന്ന ഡിനോമിനേറ്റർ ഒരിക്കലും 0-ലേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇ റൈസ് ടു എന്തെടുത്താലും ഇത് 0 ആകുന്നില്ല. അതുകൊണ്ട് ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. ന്യൂമറേറ്റർ ആണെങ്കിലും 0 ആകുന്നുണ്ട്. 0 divided by any non-zero value is going to be 0. 0 divided by any non-zero value is going to be 0. അതുകൊണ്ട് 0 എന്ന് എഴുതിയതാണ്. ഞാൻ പറയുന്നു, ലിമിറ്റിനെ പറ്റി നിങ്ങൾക്ക് കാര്യമായി ഞാൻ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം. ലിമിറ്റ് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും കൂടെ ചിന്തിച്ച് നോക്കാം. അപ്പൊ കറക്റ്റ് കാര്യം മനസ്സിലാവും. ഞാൻ എന്തായാലും ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ വിടുകയാണ്. ഇവിടെ ഞാൻ പറയുന്നു ന്യൂമറേറ്റർ 0 ആണ്, ഡിനോമിനേറ്റർ non-zero ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. യാതൊരുവിധ പേടിയും വേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് x tends to infinity, x raised to 100
by e raised to x, x raised to 100 divided by e raised to x. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റി റേസ് ടു 100 ഇൻഫിനിറ്റി ആണ്, ഇ റേസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാറ്റ്. സോ ലാപിറ്റാൾ റൂൾ അനുസരിച്ച് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. 100 ഇൻറ്റു എക്സ് റൈസ് ടു 100 മൈനസ് 1 99, ഡിനോമിനേറ്റർ ഇ റൈസ് ടു എക്സ് തന്നെ. ഇൻഫിനിറ്റി കൊടുക്കുന്നു, മുകളിൽ ഇൻഫിനിറ്റി താഴെയും ഇൻഫിനിറ്റി. ലാപിറ്റാൾ റൂൾ അഗെയിൻ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി, 100 into 99 into x raised to 99 minus 198 divided by e raised to x. Extends to infinity കൊടുക്കുക, still infinity by infinity. ഇനി നിങ്ങൾ ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ഇങ്ങനെ ഡെറിവേറ്റീവ് എടുത്തുകൊണ്ടിരിക്കുക. ഒരു 100 സ്റ്റെപ്പ് കഴിയുമ്പോൾ ആലോചിക്കണം, ആദ്യത്തെ സ്റ്റെപ്പിൽ 100 വെളിയിൽ വന്ന് ഇവിടെ 99 ആയി, അടുത്ത സ്റ്റെപ്പില് 100ഉം 99ഉം വെളിയിൽ വന്ന് ഇവിടെ 98ആയി. അങ്ങനെ 100 സ്റ്റെപ്പ് കഴിയുമ്പം ഇവിടെ 100, 99, 98 എക്സെട്ര അപ് ടു 1 വരെ വരും. ഈ എക്സ് റൈസ് ടു 0 ആവും, അതിന്റെ പവർ കുറഞ്ഞാണല്ലോ വരുന്നത്, എക്സ് റൈസ് ടു 0 ആവും. ഡിവൈഡഡ് ബൈ, അപ്പോഴും ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. ഇ റൈസ് ടു എക്സിനെ എത്ര പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്താലും അത് ഇ റൈസ് ടു എക്സ് തന്നെ. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി. കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി 0 ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 0 ആണ്. കോൺസ്റ്റന്റ് ഇച്ചിരി വലുതായി പോയി, 100 ഫാക്ടോറിയൽ ആണ്, 100 ഫാക്ടോറിയൽ, 100 ഫാക്ടോറിയൽ. പക്ഷെ സ്റ്റിൽ അയാൾ ഒരു കോൺസ്റ്റന്റ് തന്നെയാണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 100 ഫാക്ടോറിയൽ ബൈ ഇ റൈസ് ടു എക്സ്, 100 ഫാക്ടോറിയൽ ബൈ ഇ റൈസ് ടു എക്സ്, 100 ഫാക്ടോറിയൽ ബൈ ഇ റൈസ് ടു എക്സ്. അപ്പൊ ഞാൻ വേണമെങ്കിൽ 100 ഫാക്ടോറിയലിന് വെളിയിലെടുക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് 100 ഫാക്ടോറിയൽ എന്തൊക്കെ പറഞ്ഞാലും കോൺസ്റ്റന്റ് ആണ്, 1 ബൈ ഇ റൈസ് ടു എക്സ്. കോൺസ്റ്റന്റ് ബൈ ഇൻഫിനിറ്റി 0. ഡൺ. അത് 0 ആണ്, കാര്യം കഴിഞ്ഞു. ഡൺ. സിമ്പിൾ പ്രൊസീജിയർ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ശരി. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യുന്നുണ്ട്, കാരണം എല്ലാം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. എല്ലാം ഒന്നിനൊന്നിന് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ലോഗ് സൈൻ എക്സ് ബൈ ലോഗ് ടാൻ എക്സ്, ലോഗ് സൈൻ എക്സ് ബൈ ലോഗ് ടാൻ എക്സ്, ലോഗ് സൈൻ എക്സ് ബൈ ലോഗ് ടാൻ എക്സ്. ഡൺ. അപ്പോ ഇത് നമുക്ക് നോക്കാം. ഇൻഫിനിറ്റി അല്ല കേട്ടോ, എനിക്കൊരു ചെറിയ തെറ്റ് പറ്റിയതാണ്, 0 ആണ്. ഇൻഫിനിറ്റി അല്ല, 0 ആണ്. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, ലോഗ് സൈൻ എക്സ് ബൈ ലോഗ് ടാൻ എക്സ്. ശരി, നമുക്ക് കൊടുത്തു നോക്കാം. സൈൻ 0 ആണ്, ലോഗ് 0 ഇൻഫിനിറ്റി ആണ്, ടാൻ 0 ആണ്, ലോഗ് 0 ഇൻഫിനിറ്റി ആണ്. Therefore, this is infinity by infinity L'Hopital rule. Limit extends to 0, log sin x, log into the 1 by sin x, sin x into the cos x, tan x into the 1 by tan x, derivative sec squared x. Simplification, limit extends to 0, cos x by sin x into divided by sec square x by tan x. Reciprocal എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, cos x by sin x into tan x by sec square x.
ഡൺ. ഈ cos x ബൈ സൈൻ എക്സിന് പകരം ഞാൻ cot x എന്ന് എഴുതുന്നു. cos x ബൈ സൈൻ എക്സിന് പകരം cot x എന്ന് എഴുതുന്നു. cot x. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ cot x ഉം tan x ഉം തമ്മിൽ റെസിപ്രോക്കൽസ് ആണ്. തമ്മിൽ റെസിപ്രോക്കൽസ് ആണ്, വെട്ടിപ്പോവും. 1/tan x ആണ് cot x, 1/tan x ആണ് cot x. ടാനും വെട്ടിപ്പോവും. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, ടാനും കോട്ടും വെട്ടിപ്പോയിട്ട് ബാക്കി 1/sec²x. 1/sec² എന്ന് പറഞ്ഞാല് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, ദാറ്റ് ഇസ് cos²x. കാരണം സീക്കിന്റെ റെസിപ്രോക്കൽ, കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്, സീക്കിന്റെ റെസിപ്രോക്കൽ ആണ് കോസ്. cos 0 1 ആണ്, അത് 1² 1, ലിമിറ്റ് 1. അയാളുടെ ലിമിറ്റ് 1 ആണ്. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇതെല്ലാം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ശരി. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളായിരുന്നു. അതാണ് നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. നൗ നമ്മൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യത്തിലേക്ക് പോകുന്നു. നമ്മള് ഇൻഡിറ്റർമിനേറ്റ് ഫോം 0/0യും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയും ഡിസ്കസ് ചെയ്യും. മാത്സിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇൻഡിറ്റർമിനേറ്റ് ഫോം, ഡിറ്റർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫോം ഇത് മാത്രമല്ല, വേറെയും ഉണ്ട്. അതിലൊരാളാണ് 0 ഇൻറ്റു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഇൻറ്റു 0. ഇയാൾ എന്താണെന്ന് നമുക്കറിയില്ല. ഞാനത് ആദ്യമേ നിങ്ങളോട് പറഞ്ഞിട്ടാണ് വന്നത്. 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോർമാറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോർമാറ്റിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കൺവേർട്ട് ഇറ്റ് ടു 0/0 ഓർ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. നിങ്ങൾക്ക് 0/0 ഫോർമാറ്റിലോ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോർമാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അയാളെ 0/0 ഫോർമാറ്റിലേക്കോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റിലേക്കോ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. അതിനുപയോഗിക്കേണ്ട ലോജിക്ക് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ 1/0 ഇൻഫിനിറ്റി ആണെന്നും 1/∞ 0 ആണെന്നുള്ള ലോജിക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയാവും. ഈ ലോജിക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയാവും, കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അതായത് അടുത്ത ഇൻഡിറ്റർമിനേറ്റ് ഫോം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 0 ഇൻറ്റു ഇൻഫിനിറ്റി ആണ്. 0 ഇൻറ്റു ഇൻഫിനിറ്റി ആണ്. നിങ്ങൾ അതിനെ 0/0യിലേക്കോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയിലേക്കോ കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം ലാപിറ്റാൾ റൂൾ ഉപയോഗിക്കണം. അത് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ പറയുന്ന കാര്യമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് വേറെ ഒന്നും പറയാനില്ല, നേരെ പ്രോബ്ലത്തിലേക്ക് കടക്കുക. ലിമിറ്റ് x ടെൻസ് ടു 0 x ഇൻറ്റു ലോഗ് എക്സ്. നമുക്ക് നോക്കാം എന്താകുമെന്ന്. ഇയാള് 0 കൊടുക്കുമ്പോൾ ഇയാള് 0, x 0 ആകും. ലോഗ് 0 ഇൻഫിനിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഇത് ഇൻഫിനിറ്റി. That is, this is going to be 0 into infinity. ലോഗ് 0 എന്ന് പറയുന്നത് 0 into infinity ആണ്. ഞാൻ പറഞ്ഞ അതേ ഫോർമാറ്റിൽ വന്നു. എനിക്ക് ഇയാളെ എന്താക്കണം? 0/0 ഫോർമാറ്റിലേക്കോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റിലേക്കോ മാറ്റണം. ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നോക്കിക്കൊള്ളണേ. ഇയാളെ ഞാൻ മാറ്റാൻ പോകുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log x by 1/x. അതായത് എക്സിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഡിനോമിനേറ്ററിൽ എഴുതി. അപ്പൊ ഫലത്തിൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എക്സിന്റെ ലോഗ് എക്സ് ആയിക്കോളും. അപ്പൊ ലോഗ് എക്സ് ബൈ 1/x എന്നാക്കി. ലോഗ് എക്സ് ബൈ 1/x, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log x by 1/x റെഡി. ഇനി നിങ്ങൾ ലിമിറ്റ് കൊടുത്തു നോക്ക്. ലോഗ് 0 ഇൻഫിനിറ്റി ആണ്, 1/0 ഇൻഫിനിറ്റി ആണ്, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോർമാറ്റ് ആയി കഴിഞ്ഞു.
ഫോമാറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ ലക്ഷ്യം നമ്മൾ നിറവേറ്റി കഴിഞ്ഞു. ഇനി ഇവിടെ ലാപിറ്റൽ റൂൾ ഉപയോഗിക്കും. നിങ്ങൾ നോക്കൂ, ഞാൻ എന്താണ് ഇവിടെ ഉപയോഗിച്ചതെന്ന്. എക്സ് ആകുമ്പോ അത് സീറോയിലേക്ക് പോകും. അപ്പോ 1/x 1/0 പോകും. 1/0 അതായത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ അതിന്റെ ഡിനോമിനേറ്ററെ കൊണ്ടുവരാൻ എളുപ്പമാണ്. കാരണം 1/x കൊണ്ടുവരുമ്പോൾ തിരിച്ച് വീണ്ടും x ആയിക്കോളും. വേറെ ചേഞ്ച് ഒന്നുമില്ല. നോർമലി അത് മുകളിലേക്ക് പോകണം. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഇനി അതിന് 0/0 പോകണോ? പറ്റും. ലോഗ് 0 ഇൻഫിനിറ്റി ആണ്. അപ്പൊ 1/log 0 1/∞ 0 ആയി മാറും. അപ്പോ x by 1/log x എന്ന് എഴുതിയിരുന്നെങ്കിൽ ഇത് 0/0 ഫോർമാറ്റിലായി. log 0 ഇൻഫിനിറ്റി ആണ്, 1/∞ 0 ആണ്. അപ്പൊ 0/0 ഫോർമാറ്റിലായി മാറി. ഇൻഫിനിറ്റി 0/0 വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്ത ഉത്തരത്തിലേക്ക് എത്തൂല കേട്ടോ. കാരണം നമ്മൾ വീണ്ടും ക്വസ്റ്റ്യനെ കോംപ്ലിക്കേറ്റ് ചെയ്യാണ്. കാരണം 1/x ഡെറിവേറ്റീവ് നിങ്ങൾക്ക് പിന്നെയും കുറച്ചുകൂടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. -1/x². 1/log x ഡെറിവേറ്റീവ് പിന്നെയും കോംപ്ലിക്കേഷനാണ്. നമ്മൾ കോംപ്ലിക്കേഷനിലേക്ക് പോവാറില്ല. അത് കോംപ്ലിക്കേഷനിൽ എങ്ങനെ പോകാതിരിക്കണമെന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ സ്റ്റക്കാവും. അതായത് ഒന്നുകിൽ 0/0 അല്ലെങ്കിൽ ∞/0/0 അല്ലെങ്കിൽ ∞/∞ ഫോർമാറ്റിലേക്ക് പോകണം. അത് ഏതിലേക്ക് പോയാൽ എങ്ങനെ ഉത്തരം കിട്ടുമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? പ്രാക്ടീസ് വേണം. അതിന് പ്രോബ്ലം ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ 1/log x എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ കോംപ്ലിക്കേറ്റഡ് ആകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്, ഇങ്ങനെ ആക്കിയത്. ശരി, അപ്പൊ നമുക്ക് എന്തായാലും ∞/∞ ഫോം വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തുപയോഗിക്കാം? ലാപിറ്റൽ റൂൾ ഉപയോഗിക്കാം. log x ഡെറിവേറ്റീവ് 1/x ആണ്. 1/x ഡെറിവേറ്റീവ് -1/x² ആണ്. റീഅറേഞ്ച് ചെയ്യുന്നു. നമുക്ക് ഇയാള് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ആയിരുന്നു കേട്ടോ. എക്സ്റ്റെൻസ് ടു 0 എഴുതി വന്നപ്പോ ഇൻഫിനിറ്റി ആയി മാറി. ഓക്കെ, എക്സ്റ്റെൻസ് ടു 0 -x²/x. That will be limit extends to 0 minus x. That is equal to 0. കഴിഞ്ഞു. ലിമിറ്റ് കണ്ടുപിടിച്ചു. 0 ആണ് ലിമിറ്റ്. ഇയാളുടെ ലിമിറ്റ് 0 ആണ്. As simple as that. അപ്പോൾ ഇതാണ് കാര്യം. Now, next question. Limit extends to π/4. 1 minus tan x into sec 2x. Tan π/4 1 ആണ്. 1 minus 1 0 ആണ്. sec 2 into π/4 sec π/2 ആണ്. cos π/2 0 ആണ്. sec π/2 അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റി ആയിരിക്കും. 0 into ഇൻഫിനിറ്റി. അപ്പൊ ഒരാളെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരണം, മാറ്റാനായിട്ട്. നിങ്ങൾ ആലോചിക്കണം, ഇയാളെ താഴെ കൊണ്ടുവന്നാൽ 1/1 minus tan x ആവും. 1/1 minus tan x ആവും. അതിന്റെ ഡെറിവേറ്റീവ് ഭീകരമായി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളത് ചെയ്യില്ല. നമ്മള് 1 minus tan x അവിടെ നിർത്തിയിട്ട് സീക്കിന്റെ റെസിപ്രോക്കലിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകും. sec 2x റെസിപ്രോക്കലിനെ താഴെ കൊണ്ടുവരും. ഉറപ്പായിട്ട് ഇത് മേളിൽ പോകുമ്പോൾ ആയി കിട്ടും. വേറെ പ്രശ്നമൊന്നുമില്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/4 1 minus tan x divided by 1/sec x. സീക്കിന്റെ റെസിപ്രോക്കൽ cos ആണ്. cos 2x. ഇനി കൊടുക്കുന്നു tan π/4 1 ആണ്. 1 minus 1 0. cos 2 into π/4 cos π/2 ആണ്. 0/0 ഫോർമാറ്റ്. നമ്മള് ലാപിറ്റൽ റൂൾ ഉപയോഗിക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കുന്നു. 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ടാനിന്റെ ഡെറിവേറ്റീവ് sec² x ആണ്. അതുകൊണ്ട് ഒരു മൈനസ് അവിടെയുണ്ട്. മൈനസ് അവിടെ ഇട്ടു. ഇനി അടുത്ത് കോസിന്റെ ഡെറിവേറ്റീവ് -sin 2x ആണ്. ഇൻറ്റു 2 കൊണ്ട് 2 ഇട്ടു. കഴിഞ്ഞു.
ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. മൈനസ് മൈനസ് വെട്ടിപ്പോവും. സീക്ക് π/4 സീക്ക് π/4 √2 ആണ്. സീക്ക് π/4 √2 ആണ്. കോസ് π/4 1/√2 ആണ്. സീക്ക് അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും √2 ആണ്. √2ന്റെ സ്ക്വയർ 2 ആണ്. √2ന്റെ സ്ക്വയർ 2 ആണ്. 2 ഇൻറ്റു π/4 π/2 ആണ്. സൈൻ π/2 1 ആണ്. 1 2/2 1 ഫൈനൽ ആൻസർ. 2/2 1 ഫൈനൽ ആൻസർ കഴിഞ്ഞു. ഓക്കെ,